നമസ്കാരം. ഹമാസിൽ പ്രവർത്തനം നടത്തുന്ന പല മാധ്യമപ്രവർത്തകരും ഹമാസ് ഭീകരർ കൂടിയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത് ഇതാദ്യമല്ല. വളരെ നാളുകളായി തന്നെ അത്തരത്തിലുള്ള ആരോപണങ്ങൾ പലരുടെയും പേരിൽ പുറത്തു വന്നിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇതിലേക്ക് കൂടുതൽ വെളിച്ചം വീശുന്നത്. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ചില മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. അതിലേറെ ശ്രദ്ധേയമായ ഒന്നാണ് അൽ ജസീറയുടെ റിപ്പോർട്ടറുടെ മരണം. അനസ് അലി ഷെരീഫ് എന്നാണ് ഇയാളുടെ പേര്. ഗാസയിലെ വളരെ അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് ഇയാളെ പൊതുവെ കരുതപ്പെടുന്നത്. ഉടൻ തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു. ഇസ്രായേൽ ഗാസയിൽ മാധ്യമപ്രവർത്തകരെ കൂട്ടക്കൊല നടത്തുന്നേ എന്നൊക്കെ. പക്ഷേ ഇതിന് തൊട്ട് പിന്നാലെ തന്നെ ഇസ്രായേൽ ആരായിരുന്നു ഈ ഷെരീഫ് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് പുറത്തുവിട്ടത്. ഇയാൾ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി പിൽക്കാലത്ത് മാറിയിരുന്നു. 2013 മുതൽ തന്നെ ഇയാൾ ഹമാസിൻ്റെ പ്രവർത്തകനാണ്. എന്നാൽ ഇപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയക്കേണ്ടുന്ന ആ സംവിധാനങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ ചുമതലക്കാരനായിരുന്നു നമ്മുടെ ഈ മാധ്യമപ്രവർത്തകൻ. ഇയാൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇയാൾ തീരുമാനമെടുത്തിട്ട് വേണം ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾക്ക് റോക്കറ്റുകളും അതുപോലെ ഡ്രോണുകളും ഒക്കെ അയക്കാൻ. അങ്ങനെയുള്ള ഇയാൾ താമസിച്ചിരുന്ന ടെൻറ്റിന് നേർക്കാണ് കൃത്യമായി ഇസ്രായേൽ ആക്രമണം നടത്തി ഇയാളെ വധിച്ചത്. മാത്രമല്ല, ഇസ്രായേൽ സൈന്യം ഇയാളുമായി ബന്ധപ്പെട്ട ചില ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മെ അമ്പരപ്പിക്കും ഈ മാധ്യമപ്രവർത്തകൻ്റെ ബന്ധങ്ങൾ. ഹമാസിൻ്റെ തലവനായിരുന്ന ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന യാഹ്യ സിൻവറും ഇയാളും കൂടെ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നിരവധിയായി പുറത്തുവിട്ടിട്ടുണ്ട്. യാഹ്യ സിൻവർ മാത്രമല്ല, മറ്റ് പല പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കളെയും, ഹമാസ് നേതാക്കളുമായും അതുപോലെ തന്നെ ഫലസ്തീൻ അനുകൂല മറ്റ് ചില തീവ്രവാദ സംഘടനാ നേതാക്കളുമായി എല്ലാം തന്നെ ഇയാൾ ഒരുമിച്ചിരിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. ഇതൊന്നും കൂടാതെ 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി 1000-ലധികം പേരെ കൊല്ലുകയും നിരവധി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും പലരെയും തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്ത ആ സംഭവം ഉണ്ടല്ലോ, അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇയാൾ, ഈ അനസ് അൽ ഷെരീഫ്, സമൂഹ മാധ്യമമായ എക്സിലിട്ടൊരു പോസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന് ഇയാൾ പറയുന്നത്, നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചു, ദൈവം നമ്മൾക്കൊപ്പമാണ് എന്നൊക്കെയാണ്. ഇതിന് സഹായിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഷെരീഫ് സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് പിന്നാലെ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ കമാൻഡർ ഒരു കമൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഏതെങ്കിലും ഒരു തീവ്രവാദിയുടെ കയ്യിൽ ക്യാമറ കൊടുത്താൽ അയാൾ മാധ്യമപ്രവർത്തകനാവുകയില്ല, അയാൾ തീവ്രവാദി തന്നെ ആയിരിക്കും എന്നാണ്. പകൽ സമയത്ത് മാധ്യമപ്രവർത്തനവും നേരെ ഇരുട്ടിയാൽ പിന്നെ തീവ്രവാദ പ്രവർത്തനവുമാണ് ഇവരുടെ പലരുടെയും ജോലി. ഇയാൾ നിരന്തരമായി ഇസ്രായേൽ വിരുദ്ധ വാർത്തകൾ ചെയ്യുന്നതിൽ ഒരു വിദഗ്ധനായിരുന്നു. ഇയാൾ മരിക്കുന്നതിനും അല്പം മുമ്പും ഇയാൾ ഇസ്രായേൽ ഇവിടെ വ്യാപക തോതിൽ കൂട്ടക്കൊല നടത്തുകയാണെന്ന് ധരിപ്പിക്കുന്ന രീതിയിൽ നിരവധി വാർത്തകൾ ചെയ്തിരുന്നു. അതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇയാൾ വളരെ സജീവമായിരുന്നു. ഇസ്രായേൽ വിരുദ്ധ ക്യാമ്പയിൻ്റെ ഒരു തലവൻ കൂടിയായിരുന്നു ഇയാൾ. ഏതാണ്ട് 5 ലക്ഷത്തോളം ഫോളോവേഴ്സാണ് ഇയാൾക്ക് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഉള്ളത്. അൽ ജസീറ ചാനൽ ഇതെല്ലാം നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അൽ ജസീറയുടെ നിലപാട് എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവർ കടുത്ത ഇസ്രായേൽ വിരുദ്ധരാണ്, ഒപ്പം ഹമാസ് അനുകൂലികളും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഗാസയിലെ അവരുടെ മാധ്യമപ്രവർത്തകരായി ഇത്തരത്തിലുള്ള ഈ തീവ്രവാദികളെ അവിടെ നിയോഗിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുപോലെ ഗാസയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് തീവ്രവാദ സംഘടനയെ വളരെ അടുത്ത് ബന്ധമുണ്ട് എന്ന് വ്യക്തമായിരുന്നു. പക്ഷേ അതൊക്കെ ആ വാർത്തകൾ പുറത്തു വരുമ്പോഴൊക്കെ തന്നെ ഹമാസ് ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു പതിവ്. എന്നാൽ ഇക്കുറി തെളിവ് സഹിതം ഇയാളുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട സാഹചര്യത്തിൽ ഇനി ഹമാസിന് ഒന്നും ഒളിക്കാനില്ല എന്നുള്ളതാണ് സത്യം. കാരണം എല്ലാം തെളിവായി തന്നെ മുന്നിൽ നിൽക്കുകയാണ്. മാത്രമല്ല, ഇയാൾ ആൾ ചില്ലറക്കാരനല്ല. ഇയാളും സംഘവും ചേർന്ന് നേരത്തെ എടുത്ത ചില ചിത്രങ്ങൾക്ക് പുലിറ്റ്സർ പ്രൈസിന് പോലും പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത്രത്തോളം ക്രൂരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന കാര്യത്തിൽ ഇവരെല്ലാവരും തന്നെ അഗ്രഗണ്യന്മാരായിരുന്നു. സ്വന്തം സംഘടനയായ ഹമാസ് കൊന്നുകൊള്ളുന്നവരുടെ ദൃശ്യങ്ങൾ എടുക്കാതെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ മാത്രം ദൃശ്യങ്ങളെടുത്ത് അത് വിറ്റ് കാശാക്കുന്ന രീതിയും ഇവർക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കൊടും ഭീകരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടപ്പോൾ ഇയാളെ മാധ്യമ പ്രവർത്തകനായിരുന്നു. മാധ്യമപ്രവർത്തകരെയെല്ലാം ഇസ്രായേൽ കൂട്ടക്കൊല ചെയ്യുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് അനുകൂലികൾ ലോകമെമ്പാടും ഇപ്പോൾ നിലവിളിക്കുന്നത്. ഏതായാലും കൃത്യമായ തെളിവുകളുടെ തന്നെ അടിസ്ഥാനത്തിൽ ഇയാളൊരു കൊടും തീവ്രവാദി തന്നെ ആയിരുന്നുവെന്നും ഇയാളുടെ ചുമതല എന്തായിരുന്നുവെന്നുമെല്ലാം ഉള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏതായാലും ഗാസയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ അത് ഏത് നിമിഷം വേണമെങ്കിലും പിടിച്ചെടുക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതാണ് ഈ നടപടികളൊക്കെ തന്നെ. കാരണം ലോകമെമ്പാടും ഇസ്രായേൽ വിരുദ്ധ വാർത്തകൾ നൽകി ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല നടത്തുന്നു എന്നുള്ള പ്രചരണം നടത്തുന്നതിൽ തന്നെ മുൻപന്തിയിൽ നിന്ന ആളായിരുന്നു ഈ കൊല്ലപ്പെട്ട ഷെരീഫ് എന്നാണ് പറയപ്പെടുന്നത്.